ഗുരുദേവൻ്റെ ആശയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മൂല്യശോഷണമില്ലാതെ കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ഈ അത്ഭുതകരമായിട്ട് പോകുന്നതെന്ന് ഞാൻ ഈ പറയുന്ന ശത്രുക്കൾ ആരാണോ അവരൊക്കെ പഠിച്ച് ഈ പ്രസ്ഥാനത്തിന് എന്താണെന്ന് ലോകം മുഴുവൻ വിളിച്ചു പറയേണ്ട ബാധ്യത അവർക്കുണ്ട്. ഏത് വെല്ലുവിളികൾ വന്നാലും ഏത് ആരോപണങ്ങൾ വന്നാലും അത് നേരിടാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട്. നമസ്കാരം, ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. ലോകത്തിലെ ഒരു ചെറിയ പ്രദേശം, കേരളത്തിലെ ഊരാളുങ്കൽ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും സാധാരണക്കാരായ കുറച്ച് പേർ ചേർന്ന് ഉണ്ടാക്കിയ ഒരു മഹാപ്രസ്ഥാനം ഇന്ന് ലോകത്തിന് തന്നെ അത്ഭുതമായി മാറിയിരിക്കുന്നു. അതിൻ്റെ ചെയർമാൻ ശ്രീ രമേശൻ പാലേരിയാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായുള്ളത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. ഇന്ന് ഇന്ത്യക്ക് തന്നെ അഭിമാനമായി മാറിയിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടിംഗ് സർവീസ് സൊസൈറ്റി. വടകരയിലെ ഊരാളുങ്കൽ എന്ന് പറയുന്നത് ആർക്കും അറിയാത്തൊരു ഗ്രാമമായിരുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ നിന്നും വളർന്ന് ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുക. ഇന്നിപ്പോൾ ലോകത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സൊസൈറ്റി എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. ഒരു ചെറിയ പ്രദേശത്തിൽ നിന്നും ഒരു വലിയ പ്രസ്ഥാനമായിട്ട് വളരുന്നു. അതിന് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, എങ്ങനെ സാധിച്ചു ഈ വിജയം? 1925 ഇതിൻ്റെ തുടക്കം. അന്ന് അറിയാലോ, ബ്രിട്ടീഷ് ഭരണകാലം. ഇവിടെ അന്ധവിശ്വാസവും അനാചാരവും വിദ്യാഭ്യാസമില്ലാത്തൊരു കാലഘട്ടം, തൊഴിൽ പോലുമില്ല. അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ 14 പേര് കൂടി ആലോചിച്ച് ഒരു നാട്ടിൻ്റെ വികസനത്തിന്, അല്ലെങ്കിൽ അന്ധവിശ്വാസവും അനാചാരവും ഇത് ജാതി വ്യവസ്ഥക്കെല്ലാം എതിരായിട്ടുള്ള ഒരു നവോത്ഥാന പ്രസ്ഥാനമായിട്ട് മാറിയതാണ്. വഗ്ബിഡാനന്ദ ഗുരുദേവനാണ് ഇതിൻ്റെ തുടക്കം കുറിക്കുന്നത്. അന്ധവിശ്വാസവും അനാചാരത്തിനെതിരെയും ഈ ജാതി വ്യവസ്ഥക്കെതിരെയും തീർച്ചയായിട്ട് ഒരു നവോത്ഥാന പ്രസ്ഥാനം ഉണ്ടാക്കിയ ഒരു നായകനായിരുന്നു വഗ്ബിഡാനന്ദ ഗുരു. അദ്ദേഹത്തിനെ കണ്ടുമുട്ടുകയും ഈ 14 പേര് കൂടി അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടു കൂടിയും അനുവാദത്തോടു കൂടിയും തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. അന്ന് 16 അണയിൽ നിന്ന് തുടങ്ങി. അന്നത്തെ 36 പൈസ 16 അണയിൽ അതിൻ്റെ മൂലധനം അതായിരുന്നു. ആ മൂലധനത്തിൽ നിന്നാണ് ഇന്ന് ഏകദേശം 3500 കോടി രൂപയുടെ ടേൺ ഓവറിലുള്ള ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നത്. അതിൻ്റെ ആ പ്രസ്ഥാനം വളർന്നതിൻ്റെ പിന്നിൽ അന്നും ഇന്നും അതിൻ്റെ ഒരു മൂല്യശോഷണമില്ലാതെ അതെന്തായിരുന്നോ അന്ന് വിഭാവനം ചെയ്ത ഈ അന്ധവിശ്വാസവും അനാചാരവും അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയ്ക്കും എതിരെയായിട്ടും അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ വേത്താണിയായിട്ട് അവർക്ക് സമൂഹത്തിൻ്റെ ഉന്നമനത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അന്നും ഇന്നും ഇത് നിലനിൽക്കുന്നത്. സ്വകാര്യ മേഖലയിൽ നിന്ന് ശക്തമായൊരു ആക്രമണം ഇതിനെ പ്രത്യേകിച്ച് അടുത്ത കാലത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ചെയർമാൻ എന്തായിരിക്കും അതിനെക്കുറിച്ച് പറയുന്നത്? അത് എപ്പോഴും നെഗറ്റീവ് തകർക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 100% ശുദ്ധമായതുകൊണ്ട്, ഞങ്ങൾ സത്യസന്ധമായി പോകുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഗുരുദേവൻ്റെ ആശയങ്ങൾ മുറുകെ പിടിച്ചു പോകുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിതിനൊന്നും ഒരു ഭയമില്ല. ഞങ്ങളത് കേട്ടോ കേട്ടില്ല എന്ന് നടിക്കില്ല. അത് ശത്രുക്കളുണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ വിജിലൻ്റായിട്ട് പോകാനുള്ള ഒരു സാധ്യത കൂടുന്നു എന്നല്ലാതെ അതിൻ്റെ ഉള്ളിൽ പരിശോധിച്ചാൽ ആർക്കും പരിശോധിക്കുന്നതാണ്. ഈ പറഞ്ഞ ലോകത്ത് 2ാം സ്ഥാനത്തെത്തി അല്ലെങ്കിൽ ഇന്ത്യയെ തന്നെ മോഡലായിട്ടുള്ള ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്ന ഈ പ്രസ്ഥാനത്തെ പറ്റി ഗവൺമെൻറ്റുകൾ പഠിച്ച്, ഇന്ത്യ ഗവൺമെൻറ് ആയാലും അല്ലെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും അല്ലെ ഈ പറയുന്ന ശത്രുക്കൾ ആരാണോ അവരൊക്കെ പഠിച്ച് ഈ പ്രസ്ഥാനത്തിന് എന്താണെന്ന് ലോകം മുഴുവൻ വിളിച്ചു പറയേണ്ട ബാധ്യത അവർക്കുണ്ട്. പ്രവാസികൾ ഒരു കണക്കിന് പറഞ്ഞാൽ ഈ കേരളത്തിൽ തൊഴിലില്ലാത്തത് കൊണ്ട് മറ്റൊരു പ്രദേശത്ത് തൊഴിൽ ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ്. എന്നാൽ ധാരാളം ആളുകളെ ഇങ്ങോട്ടേക്ക് തൊഴിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളെപ്പോലെയുള്ള ഒരു പ്രവാസി മീഡിയയെ സംബന്ധിച്ചിടത്തോളം, ഗൾഫിൽ ഉള്ള ഒരു മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയാണ്. അപ്പം ഞങ്ങളുടെ കൂടി ബാധ്യതയാണ് ഇതിനെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സൈബർ പാർക്ക്, ഒരു സൊസൈറ്റി ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഈ ആശയം മുന്നോട്ട് വരുന്നത്? നമുക്ക് കൺസ്ട്രക്ഷൻ മേഖലയിൽ 100 വർഷത്തെ പാരമ്പര്യം ഉണ്ടെങ്കിലും ഒരു 90 കാലഘട്ടത്തിൽ, 90 തന്നെ 90ാം വർഷത്തിൻ്റെ കാലഘട്ടത്തിൽ അല്ലെ 85 വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത്
നമ്മുടെ കേരളത്തിലല്ലേ ഇന്ത്യയിൽ 1925 കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി അന്ന് 99% വിദ്യാഭ്യാസമുള്ള ഇല്ലാത്ത ആൾക്കാരായിരുന്നു. ഇന്ന് അത് നേരെ തിരിച്ചായി. അപ്പം വിദ്യാഭ്യാസമുള്ളവർക്കും കൂടി തൊഴിൽ കൊടുക്കണം എന്നുള്ളൊരാശയത്തിലാണ് നമുക്ക് മനസ്സിലായത്. ഇപ്പം SLC തോറ്റാൽ പോലും കേരളത്തിൽ ജോലി ചെയ്യില്ല, അല്ലെങ്കിൽ ഡിഗ്രി പാസ്സായി പോയിട്ടുണ്ടെങ്കിൽ തീരെയും ചെയ്യില്ല. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നല്ലോ. വിദേശ രാജ്യങ്ങളിലേക്ക് പോവുക, ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോവുക എന്ന്. ഇപ്പം നേരെ തിരിച്ചായി. പക്ഷേ ഇവിടെ ഇപ്പം എല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ട്. പക്ഷെ വിദ്യാഭ്യാസം ഉള്ളതിനനുസരിച്ച് തൊഴിൽ കൊടുക്കാൻ ഇപ്പം ഞങ്ങളെ തൊഴിലാളികളുടെ മക്കൾക്ക് പോലും നല്ല വിദ്യാഭ്യാസമുള്ളവരായി മാറിയിരിക്കുന്നു. അപ്പോൾ അവർക്കൊക്കെ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു തൊഴിലിടം അല്ലെങ്കിൽ ഒരു നമ്മൾ വൈവിധ്യ മേഖലയിലേക്ക് പോകണം എന്നുള്ള ആശയത്തോടു കൂടി തന്നെയാണ്. അത് പല വെല്ലുവിളികളും, ഈ ഒരു കോൺട്രാക്ട് സൊസൈറ്റി, റോഡ് വർക്കർ, ഒരു സൈബർ പാർക്ക് തുടങ്ങുന്നുള്ള പരിഹാസം ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ അത് ഇന്ന് മലബാറിൻ്റെ ഒരു സ്വപ്നമായി മാറി. ഏകദേശം ഇവിടെ 5000-ഓളം പേര് ജോലി ചെയ്യുന്നു. അത് ഗവൺമെൻറ് പാർക്കും വന്നു. അപ്പോൾ ഒരു ഡെസ്റ്റിനേഷനായി മാറി. മലബാറിൻ്റെ ഒരു വികസനത്തിൻ്റെ ഒരു തലസ്ഥാനമാണല്ലോ കോഴിക്കോട്. കോഴിക്കോടിൻ്റെ ഒരു വികസനത്തിന്, അല്ലെങ്കിൽ മലബാറിൻ്റെ വികസനത്തിന് ഉതകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ പുതിയ തലമുറക്ക് ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള ഒരു വലിയ വഴി തുറന്നു എന്നുള്ളതാണ്. അത് നല്ലൊരു ഡെസ്റ്റിനേഷൻ കൂടിയായി, IT ഡെസ്റ്റിനേഷൻ കൂടിയായി മാറിയിരിക്കുകയാണ് കോഴിക്കോട്. ഗൾഫിലെ ഒരു മീഡിയ എന്നുള്ള എനിക്ക് ചോദിക്കുകയാണ്, ഇപ്പോൾ ലോകത്തിൻ്റെ ഒരു ഹബ്ബായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ദുബായ്. അവിടേക്ക് വികസനം കൊണ്ടുവരാനുള്ള വല്ല പദ്ധതികളുമുണ്ടോ? ഇപ്പോഴില്ല. ഞങ്ങൾക്ക് പല ആലോചനയുണ്ട്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം. ഇപ്പം ഞങ്ങൾക്ക് കേരളത്തിൽ തന്നെ ഒരുപാട് വികസനം കൊണ്ടുവരുന്നുള്ള ആഗ്രഹത്തിലാണ്. കേരളമാണല്ലോ നമുക്ക് നമ്മുടെ ജന്മനാടും. അല്ലെങ്കിൽ ഒരുപാട് സാധ്യതകൾ അവിടെ ഉണ്ട്. ഒരുപാട് സാധ്യത അത് സാഹചര്യം വരുമ്പോൾ നമുക്ക് ആലോചിക്കാം. വരട്ടെ, ഞങ്ങൾക്കും കൂടി ഇതിന്റെ ഈ മേഖല വളരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രാക്ടർമാരിൽ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികളിൽ വെല്ലുവിളിക്കുന്ന രീതിയിൽ കേരളത്തിൻ്റെ വികസനത്തിന് ഇപ്പോൾ 6 ലൈൻ പ്രോജക്റ്റ് ഉണ്ടല്ലോ, NHA നാഷണൽ ഹൈവേ. ആ വികസനത്തിൽ ഒരു പങ്ക് ടച്ച് ഞങ്ങളാണ് എടുത്തിരിക്കുന്നത്. തലപ്പാടി ജംഗ്ലാന്ന് പറയുന്ന 39 കിലോമീറ്റർ 6 ലൈൻ പ്രോജക്റ്റ്. അതിപ്പം സമയബന്ധിതമായി തീർത്ത് ഏകദേശം 25 കിലോമീറ്ററോളം വിട്ടുകൊടുത്തു. അടുത്ത ഏതാനും മാസങ്ങൾക്ക് തന്നെ പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്ന ആദ്യത്തെ കമ്പനിയായിരിക്കും. അത് NHA ചെയർമാൻ വരെ വന്നിട്ട് ഡൽഹിയിൽ നിന്ന് വന്ന് തിരുവനന്തപുരത്ത് വന്ന് ഞങ്ങളെ ആദരിക്കുകയും ഞങ്ങൾക്ക് അതിനുള്ള ഉപഹാരങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിട്ട് ഉള്ളൊരവസരമാണിത്. നല്ല ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ESI, PF, ഗ്രാറ്റുവിറ്റി, ബോണസ്. ഗൾഫ് മേഖലയിൽ തൊഴിലെടുത്താൽ കിട്ടുന്നതിനും കൂടുതൽ ആനുകൂല്യവും ഒരു തൊഴിലാളി, അത് മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളിയായാലും അല്ലെങ്കിൽ ഞങ്ങളുടെ തൊഴിലാളിയാണെങ്കിൽ ഇന്ന് വന്ന് നാളെ മരിക്കുകയാണെങ്കിൽ 40 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പോളിസി ഉണ്ട്. അത്ര പരിരക്ഷ കൊടുക്കുന്ന അവരുടെ കുടുംബത്തിനും, അല്ലെങ്കിൽ ഫാമിലി ഇൻഷുറൻസ് ആയാലും അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യത്തിനും. അതാണ് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ്, തൊഴിലാളികളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനം പോകുന്നത്. സാധാരണ പറയാറുണ്ട്, തൊഴിലാളിയെ ചൂഷണം ചെയ്തിട്ടാണ് വാസ്തവത്തിൽ ഈ മുതലാളിയുടെ ഈ മൂലധനം എന്ന് പറയുന്നത്. എന്നാൽ അതല്ലാതെ തൊഴിലാളിക്ക് പൂർണ്ണമായിട്ടും കൂടുതൽ വേതനം കൊടുക്കുന്നു, കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. അതേ സമയത്ത് സ്വകാര്യ മേഖലയേക്കാൾ നിലവാരത്തിൽ, സ്വകാര്യ മേഖലയേക്കാൾ കുറഞ്ഞ ചെലവിൽ അവരോട് മത്സരിച്ച്, വലിയ കമ്പനികളോടാണ് മത്സരിക്കുന്നത്. അദാനി പോലെയുള്ള, അംബാനി പോലെയുള്ള വലിയ കോർപ്പറേറ്റ് കമ്പനികളോട് മത്സരിച്ചിട്ട് എങ്ങനെയാണ് അത് കഴിയുന്നത്? അല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞത്. കാരണം വെച്ചാൽ അങ്ങനെ തൊഴിലാളികൾക്ക് കേരളക്കാർക്ക് വിദ്യാഭ്യാസത്തിന് ശേഷം ഇവിടെ തന്നെ അവസരം ഉണ്ടാക്കി കൊടുക്കാൻ ഇപ്പം ഏകദേശം 2000-ഓളം എൻജിനീയേഴ്സ്, 4000-ഓളം സ്കില്ല് വർക്കേഴ്സ് ഉണ്ട്. പിന്നെ എല്ലാവരും സർട്ടിഫൈഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ള വർക്കേഴ്സാണ് ഞങ്ങൾ. അപ്പോൾ ഔട്ട്പുട്ടും അല്ലെങ്കിൽ സ്കില്ല് വളരെ കൂടുതലായിരിക്കും. ഗൾഫുകാർ ഒരു കാര്യം പറയാറുണ്ട്, ഈ പൊതുവെ കേരളക്കാരെന്ന് പറഞ്ഞാൽ നാട്ടിൽ പണിയെടുക്കില്ല, ഗൾഫിലെത്തി അവർ എല്ല് മുറിയെ പണിയെടുക്കുന്നത്. അതിന് വിപരീതമായിട്ടാണ് ഇപ്പോഴത്തെ പുതിയ തലമുറ തന്നെ എന്ത് ജോലി ചെയ്യാൻ തയ്യാറ്. അവർക്ക് ഇവിടെ ജോലി ചെയ്യണം. അവർക്ക് അതിലുള്ള സാഹചര്യം ഇവിടെ ഉണ്ടെങ്കിൽ അവരിവിടെ നിന്നിരിക്കും. ഞാൻ പണിയെടുക്കുന്ന ജോലി നല്ല ജോലി നമ്മൾ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ നമ്മളെ മലയാളികൾ നമ്മളോട് ചേർന്ന് നിന്ന്, അതാ ഞാൻ പറഞ്ഞത്, മാതൃകാപരമായിട്ട് പഠിക്കേണ്ട ഒരു പ്രസ്ഥാനമാണ്.
അപ്പോൾ നമുക്കിവിടെ വിദ്യാഭ്യാസം കഴിഞ്ഞിരിക്കുന്നവർക്കും മലയാളികൾ മുഴുവൻ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളൊരു ഒരു പുതിയ വാർത്തയുണ്ടല്ലോ. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. എന്തായാലും കാരണം ഇവിടെ പഠിച്ചാൽ ഇവിടെ ജോലി കിട്ടുന്ന ഇപ്പം എംടെക്കാരും ബിടെക്കാരും അല്ലെ അത് മെക്കാനിക്കൽ എഞ്ചിനീയർ ആയാലും ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയാലും സിവിൽ എഞ്ചിനീയർ ആയാലും ഏത് മേഖല IT മേഖലയിലായാലും ഞങ്ങളും വിഭിന്ന മേഖലകളുണ്ടല്ലോ. അവിടെയാണ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം. ഇതിനെപ്പറ്റി ആരോപണം പറയുന്നവർ ഇത് പരിശോധിക്കാതെ ഇവിടെ അതൊരു പൊതുസ്ഥാപനമാണ്, ആർക്കും വന്ന് പരിശോധിക്കാം. ഇവിടെ അഴിമതിയുണ്ടോ അല്ലെ കള്ളപ്പണമുണ്ടോ അല്ലെ കൊള്ളപ്പണമുണ്ടോ പരിശോധിക്കട്ടെ, എന്നിട്ട് പറയട്ടെ, ലോകം മുഴുവൻ വിളിച്ച് പറയട്ടെ ഈ പ്രസ്ഥാനം നല്ലതാണ് അല്ലെ ചീത്തയാണ് അല്ലേ. ഇപ്പോൾ ഈ അടുത്ത് 100ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഞാൻ വായിച്ചു ഈ പുതിയ സർവകലാശാല രൂപീകരിക്കാൻ പോകുന്നു. അപ്പോൾ ഞങ്ങളുടെ പൊതുവെയുള്ള ഗൾഫുകാരൊക്കെ ഗൾഫിലെ ഒരുപാട് വിദ്യാസമ്പന്നരായിട്ട് എൻജിനീയറിങ്ങും ഇതൊക്കെ പാസ്സായിട്ടുള്ള ആൾക്കാർ വരാറുണ്ട്. തൊഴിൽ രംഗത്ത് അവർക്ക് വേണ്ടത്ര ഒരു പരിജ്ഞാനം എൻജിനീയറിംഗ് ഉണ്ടാവും, പക്ഷേ പ്രായോഗിക തലത്തിൽ അത് അവർക്ക് പ്രയോഗിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. ഡിഗ്രിക്കപ്പുറത്ത് തൊഴിലധിഷ്ഠിതമായൊരു വിദ്യാഭ്യാസം ഇവിടെ ഇല്ല എന്നൊരു ആരോപണം പൊതുവേ ഉണ്ട്. അത് മറ്റു രാജ്യങ്ങളിലൊക്കെ ഒന്ന് വരുന്ന എൻജിനീയറിംഗ് ആണെങ്കിൽ അവർക്ക് തൊഴിലധിഷ്ഠിതമായൊരു വിദ്യാഭ്യാസമാണ് കിട്ടുന്നത്. എന്നാൽ ഇവിടെ കറക്റ്റ് തൊഴിലധിഷ്ഠിതമായൊരു വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത വളരെ കൂടുതലുണ്ട്. അത് മനസ്സിലാക്കി അങ്ങനെയുള്ളൊരു സർവകലാശാല ആയിരിക്കുമോ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്? തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് ഇപ്പം വർഷങ്ങളായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഒക്കെ പഠിച്ചു വരുന്ന ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ആയാലും മെക്കാനിക്കലായാലും ഇലക്ട്രിക്കലായാലും അവൻ 10 വർഷം എടുക്കും എഞ്ചിനീയർ ആവണമെങ്കിൽ. അതും ഞങ്ങളുടെ തൊഴിലാളികളെടുത്ത് സീനിയർ എഞ്ചിനീയർമാർന്നോ പഠിച്ചിട്ട് വേണം. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള, അതുകൊണ്ടാണ് സ്കിൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ പോലുള്ള നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ അറിയാലോ, പ്രാക്ടിക്കലും തിയറിയും ഒന്നിച്ച് പഠിച്ചുകൊണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിരുദം കഴിഞ്ഞ് വരുന്നത് അത് ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ അവനൊരു സിവിൽ എഞ്ചിനീയറാണ് സിവിൽ എഞ്ചിനീയർ ആയിരിക്കണം, ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരിക്കണം, അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ തന്നെ നമുക്കറിയാം കാർഷിക സർവകലാശാലയിൽ നിന്നൊക്കെ പുറത്തു നിന്ന് കൃഷി എന്താണെന്നോ മണ്ണെന്താണെന്നോ അല്ലെങ്കിൽ ഒന്നും അറിയാത്തവർക്കാണ്. അപ്പോൾ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഈ കുത്തകകളുടെ വലിയൊരു മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കടുത്ത മത്സരത്തെ നേരിട്ടുകൊണ്ടാണ് ഈ പല കോൺട്രാക്റ്റുകളും നേടിയെടുക്കുന്നത്. അതെങ്ങനെയാണ്? ബാക്കിയുള്ള കോൺട്രാക്ട് കമ്പനിക്കൊക്കെ സബ് കൊടുത്താണ്. ഞങ്ങൾക്ക് ഞങ്ങളെ തൊഴിലാളികൾ തന്നെയാണ് ഇതിൻ്റെ എല്ലാ പ്രവൃത്തിയും ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾക്ക് നല്ലൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അങ്ങനെ വെച്ചാൽ മാനേജ്മെൻറ്റ് സിസ്റ്റം. അത് ₹1 എവിടെ പോകുന്നു, അത് അതിൻ്റെ ഓരോ പൈസയും എവിടെ പോകുന്നു എന്നുള്ള വ്യക്തമായിട്ടുള്ള നിലപാടിലാണ് സൊസൈറ്റി പോകുന്നത്. അത് തൊഴിലാളികൾ തൊട്ട് അങ്ങ് ചെയർമാൻ വരെ അത് പരിപാലിച്ചിരിക്കും. സാധാരണയായിട്ട് ഇപ്പോൾ സഹകരണ സംഘം സൊസൈറ്റി ആക്ട് പ്രകാരമാണത് കമ്പനി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആ നിയമത്തിൻ്റെ കുരുക്കുകളിൽ ഒരുപാട് പരിമിതികൾ അതിനുണ്ടാവാറുണ്ട്. അത് എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? ഞങ്ങൾക്കത് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകില്ല. ഇപ്പം അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ഓഡിറ്റിംഗ് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നതുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റിന് അറിയാം ഒരാളെങ്കിലും എന്തെങ്കിലും തുടങ്ങുന്നത് സത്യസന്ധമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് തുടങ്ങുന്നത് അത് കംപ്ലീറ്റ് ചെയ്യാൻ തന്നെയാണ്, അല്ലെങ്കിൽ നാട്ടിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് ധാരണയിൽ തന്നെ. സത്യസന്ധതയായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചങ്കുറ്റാണ്, ഒരു ആത്മധൈര്യം, ധാർമ്മികമായിട്ട് കിട്ടും. മറ്റേത് ഉണ്ടാവില്ല. മറ്റേത് കളങ്കം ഉണ്ടെങ്കിൽ ഒരിക്കലും ധാർമ്മികമായ ധൈര്യം കിട്ടും. ആ ധൈര്യം തന്നെയാണ് നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി. ഏത് വെല്ലുവിളികൾ വന്നാലും ഏത് ആരോപണങ്ങൾ വന്നാലും അത് നേരിടാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട്. ടെൻഡർ ഇല്ലാതെ കോൺട്രാക്ട് കൊടുക്കുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിന് വലിയ വിമർശനങ്ങളും അതുപോലെ തന്നെ വലിയ പരാതികളും ഒക്കെ ഉണ്ടായിരുന്നു. അതേക്കുറിച്ചൊന്ന് പറയാമോ? ഒരു പ്രസ്ഥാനം വളരുന്നത് അത് നാടിന് വേണ്ടിയിട്ടാണെന്നുള്ള, അല്ലെങ്കിൽ ഒരു സഹകരണ പ്രസ്ഥാനം, ഒരു വ്യക്തിയുടെ പ്രസ്ഥാനമല്ല, അത് ഭരണഘടനേണ്ടതനുസരിച്ച് സഹകരണ പ്രസ്ഥാനങ്ങളെ സഹായിക്കണമെന്ന് ഭരണഘടന അനുസൃതമായിട്ടുള്ള ഒരു നിയമം തന്നെയാണ്. അനുസൃതമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഈ ആനുകൂല്യം കിട്ടി. ഈ ആനുകൂല്യം എന്ന് പറഞ്ഞാൽ മറ്റ് സഹകരണ സ്ഥാപനങ്ങളില്ലായിട്ടല്ല, അല്ലെങ്കിൽ പൊതുമേഖല സ്ഥാപനങ്ങളില്ലായിട്ടല്ല, ഒരാളുകൾ മറ്റൊന്നിന് വ്യത്യസ്തമായി. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഏകദേശം 1000 കോടി രൂപയുടെ പ്രവൃത്തിയാണ് അദ്ദേഹം ആ ഗവൺമെൻറ്റിന് സമയബന്ധിതമായി തീർക്കുകയാണെങ്കിൽ ആ ഗവൺമെൻറ് ഉണ്ടാകുന്ന ഒരു നേട്ടം
ഒരാൾ സൊസൈറ്റിയിലൂടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റും എന്നുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം തന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിനുള്ള നിയമം അദ്ദേഹം കൊണ്ടുവരികയും പിന്നെ തുടർന്നുള്ള ഗവൺമെൻറ് ഞങ്ങൾക്ക് ഇതേപോലെ എല്ലാ MLA-മാരും പ്രതിപക്ഷ MLA-മാരായാലും ഭരണകക്ഷി MLA-മാരായാലും വലിയ പൊതുപ്രവർത്തകരായാലും എല്ലാവരും ഞങ്ങളെ അവരുടെ ആ പ്രദേശത്തുള്ള വർക്ക് ഏറ്റവും വലിയതായ മേജറായാലും വലിയ ചെറുതായാലും പ്രവൃത്തി ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടും. അത് പല വിമർശനങ്ങളും പ്രത്യേകിച്ച് സ്വകാര്യ വ്യക്തികൾ കോൺട്രാക്ടർമാർ കേസിന് പോയി. ഇന്ന് സുപ്രീം കോടതി വരെ ഏറ്റവും നല്ല അഭിപ്രായം പറഞ്ഞ് ഭരണഘടനാനുസൃതമായിട്ടും ഒരാളുടെ സൊസൈറ്റി ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ടും ട്രാക്ക് റെക്കോർഡും എടുത്തു നോക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു കോൺട്രാക്ടറായിട്ട് കണ്ടുകൊണ്ട് തന്നെ സഹകരണ നിയമം അനുസരിച്ച് ഭരണഘടനയിൽ സഹകരണ സ്ഥാപനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നിയമം ശരിയാണെന്ന് സുപ്രീം കോടതി വരെ വിധിച്ചു. തൊഴിലാളികളുടെ സ്ഥാപനത്തെ വളരെ നിഷ്പ്രയാസം അവർക്ക് വിഴുങ്ങാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ പിടിച്ചു നിൽക്കുന്നത്. ഇത് ചെറിയ ചെറുതല്ല. ഞങ്ങൾ ഭരണസമിതിയും ചെയർമാനുകളൊക്കെ ഞാനും എല്ലാം മാതൃകയായിട്ട് തന്നെ നടക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ പ്രസ്ഥാനത്തെ നയിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ അതിന് മാതൃക നമ്മൾ തന്നെയായിരിക്കണം. ഏറ്റവും മുമ്പിൽ നിൽക്കുന്നവരായിരിക്കണല്ലോ മാതൃക. ആ മാതൃക കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇതിന് മുമ്പേയുള്ള പ്രസിഡന്റുമാരും എല്ലാ ഭരണാധികാരികളും ഇതിൻ്റെ തൊഴിലാളികളും ഒക്കെ പോയിട്ടുള്ളത്. ആ മാതൃക എന്നും പിന്തുടരുന്നതായിരിക്കും ഈ പ്രസ്ഥാനം ഇനിയും 100 200 300 വർഷങ്ങൾ നീണ്ടുപോയിക്കൊള്ളും. വാഗ്ഭടാനന്ദ ഗുരുദേവൻ്റെ ആദർശം എന്ന് പറയുന്നത് ലോകം മനസ്സിലാക്കേണ്ട ആദർശമാണത്. അധികം ഈ കാലം അറിയാതെ പോയ ശ്രീനാരായണ ഗുരുവിനെ അറിയുന്ന പോലെ വാഗ്ഭടാനന്ദ ഗുരുദേവനെ അറിയുന്നില്ല ലോകം. അദ്ദേഹം അറിയേണ്ട വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളെ ഇന്ന് ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് ഒരു പ്രസ്ഥാനം. കേരളത്തിലെ ഓരോ മനുഷ്യൻ്റെയും ഓരോ വ്യക്തിയുടെയും ബാധ്യതയാണ് ഇതിനെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത്. കാരണം ഇത് ഒരു ഊരാളുങ്കൽ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൻ്റെ സൊസൈറ്റിയല്ല, കേരളത്തിൻ്റെ സൊസൈറ്റിയല്ല, ഇന്ത്യയുടെ തന്നെ അഭിമാനമായി മാറിയ ഒരു സൊസൈറ്റിയാണ്. ഇത് വീണ്ടും വീണ്ടും ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും സമയം അനുവദിച്ചു തന്നതിൽ വലിയ നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി. നമസ്കാരം.